എടുത്തിട്ടുള്ള ഓരോ സമീപനവും പരിശോധിച്ചാൽ ഈ തൊഴിലാളി വർഗ കാഴ്ചപ്പാടിൻ്റെ ഉള്ളടക്കം നമുക്കതിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ജനനേതാവ് എന്നുള്ള നിലയിലും ഭരണാധികാരി എന്ന നിലയിലും പാർട്ടിയുടെ സമുജ്വല നേതൃത്വം എന്ന നിലയിലുമൊക്കെ തന്നെ കേരളീയ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അദ്ദേഹം വളരെയധികം വിലയേറിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആർക്കും മായ്ക്കാനാകാത്ത വിധം തിളക്കമാർന്ന് തന്നെ എന്നും നിൽക്കും. എല്ലാ വിഭാഗങ്ങൾക്കൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകം പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടം തന്നെയായിരിക്കും അല്ലേ? സ്ത്രീകൾക്ക് വേണ്ടിയും അദ്ദേഹം പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. കുടുംബശ്രീ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സഹായിക്കാൻ അദ്ദേഹം നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം പകരുന്നതിന് അദ്ദേഹം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി മൂവ്മെൻറ്റിൽ കടന്നു വരുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം വളരെയധികം മാതൃകാപരമായ ഇടപെടലുകൾ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനും അതിന് ആശയവ്യക്തത ഉണ്ടാക്കി കൊടുക്കുന്നതിനും വേണ്ടി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധികം പെൺകുട്ടികൾ കടന്നു വന്ന ഒരു കാലമായിരുന്നു അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ ചുമതല എന്താണ് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് നേതൃത്വപരമായ ചുമതലകൾ അവരെ ഏൽപ്പിക്കാൻ അദ്ദേഹം പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ആ കാലഘട്ടത്തിലാണ് വർഗീയവാദികളോട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്ന തെളിമയാർന്ന നിലപാട് കേരള സംസ്ഥാനത്ത് CPIM ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുത്ത ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുണ്ട്. സമരതീക്ഷ്ണമായിട്ടുള്ള ഒരു ജീവിതമായി തന്നെ അത് ഒരുപാട് പേർക്ക് ഇനിയും പ്രചോദനം പകരും.